ഡ്രൈവറുമായും ഒപ്പം തന്നെ കുറച്ച് നാട്ടുകാരുമായി സംഘർഷം ഉണ്ടാക്കുന്ന ഒരു യുവാവ്. അപ്പോൾ ആ യുവാവിനും പറയാനുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പുഴിക്കാട് സ്വദേശി രാഹുലാണ്. രാഹുൽ, എന്താ സംഭവിച്ചത് അവിടെ? ആക്ച്വലി ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. ഞാനും എൻ്റെ മാനേജർ ഒരുമിച്ച് വർക്കിന് പോയ സമയമാണ് രാവിലെ. അപ്പം ആ ജംഗ്ഷനിൽ നിന്ന് ഞാൻ റൈറ്റ് കയറുകയാണ്, ഇൻഡിക്കേറ്റർ റൈറ്റ് കയറുകയാണ്. ആ സമയത്തേക്ക് ഇൻഡിക്കേറ്ററാണ് ഞാൻ തരുന്നത്. അപ്പം നിർത്തിയിട്ട് ഓട്ടോ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റോഡ് വീണ സമയത്ത് അതുമായിട്ട് വാക്കിറക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് കണ്ടുവന്ന ഓട്ടോക്കാരൻ ചേട്ടൻ ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. പുള്ളി ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം, എന്നെ അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ അടിക്കാൻ വരികയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആപ്പാടെ എനിക്ക് ഒരു മാസം ഇത്രയും പേര് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കയ്യിലൊരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് നമ്മുടെ റോഡുകളിൽ വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ച് അപകടങ്ങളും ഉണ്ടാവും. പലപ്പോഴും ഈ അപകടങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അത് ചെറിയ അപകടമൊക്കെ ആണെങ്കിൽ വാക്ക് തർക്കവും അത് നിന്റെ തെറ്റല്ലടാ, അല്ലാതെ എന്റെ തെറ്റല്ലടാ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് പലപ്പോഴും കുറച്ച് പ്രശ്നത്തിലേക്ക് കിടക്കാറുമുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ഇത്തിരി വീക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ തിണ്ണമെടുക്ക് കാണിക്കുന്ന ചേട്ടന്മാരും ഉണ്ട്. അപ്പോൾ അത് അധികവും ചെയ്യുന്നത് നമ്മുടെ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ബസ് ഓടിക്കുന്ന ചേട്ടന്മാർ, അതുപോലെ തന്നെ അവിടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ. ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ തിരിച്ചതിന് ശേഷമാണ് തലയെത്തിച്ച് നോക്കുകയുള്ളൂ. അതും ചില ആൾക്കാർ, പലരും തലയെത്തിച്ച് നോക്കാറില്ല. വേണമെങ്കിൽ നിർത്തിക്കും, ഞാൻ പോവുകയാണ്, ഞാനാണ് രാജാവ്, ഞാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കും, നിങ്ങൾ വേണമെങ്കിൽ എവിടെയും കൊണ്ടേ മുട്ടിച്ചോ. ഈ ഒരു സ്കീമുള്ള കുറേ ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പയ്യന്റെ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഹെഡിങ്, അല്ലെങ്കിൽ അത് ഫേസ്ബുക്കിൽ കാണുമ്പോൾ അത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുവാവ് പരിഭ്രാന്തി പരത്തി. അതായത് അവനെന്തോ സ്റ്റഫൊക്കെ അടിച്ചിട്ട് വന്ന് കാണിക്കുന്നു എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോഴേ നമുക്ക് തോന്നി കുറേ പേര് ചേർന്ന് ആക്രമിക്കാൻ നോക്കുന്നവനെ. പോലീസ് പിടിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത കാക്കി ചേട്ടന്മാർ, നല്ല കാക്കിയുള്ള പോലീസുകാർ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പുറത്ത് മറ്റേ കാക്കിയും മുണ്ടു കൊടുത്ത ചേട്ടന്മാരാണ് തകർക്കുന്നത്. അപ്പോഴേ ഇത് ഡൗട്ട് തോന്നിയായിരുന്നു. ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഈ ചാനലുകാർ വന്നിട്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും ആണ് മാപ്പറകളൊക്കെ വന്ന് വൃത്തിയായിട്ടുള്ള വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടതിൽ വളരെ സന്തോഷം. ഈ ചേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനും നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഓരോ ദിവസം റോട്ടിലേക്ക് ഇറങ്ങിയതൊക്കെ കാണുന്നതല്ലേ. ഇവന്മാരുടെ അംഗങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. എന്തായാലും ഈ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടുവച്ചേക്ക്. ഇതേ വഴിയുള്ള നമുക്ക് കയ്യിൽ കിട്ടുന്ന ആയുധം എടുത്ത് നമ്മൾ ആക്രമിക്കാൻ വരുന്നവനെ അടിക്കുക, കിട്ടുന്ന കട്ടക്കല്ലെടുത്ത് തലക്കടിച്ച് പൊളിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടി കൊണ്ട് ചാവും. എന്ത് ചെയ്യാനാ?